ഈശ്വര സമയം കുറെ വൈകിയല്ല ഇപ്പം വന്നിട്ട് ചോറ് ചോദിക്കും. സാമ്പാർ അവിടെ ആയിട്ടുണ്ട്. ചക്കക്കുരു വറുക്കാൻ വേണ്ടിട്ട് ഇന്നൊരു മീനും കിട്ടിയിട്ട. നല്ല വിശപ്പറ്റിയോട്ടാ. ചോറുമായി സാമ്പാറും ഒരു 10 മിനിറ്റും കൂടി കാത്തുന്നല്ല ചക്കക്കുരു വറവാക്കില്ല. ഇനി ആദ്യം 10 മിനിറ്റ് കാത്തിക്കണം ചക്കക്കുരു വറവാമ. നീ ഇത്ര സമയം പണിയെടുത്തിന്. നീ അച്ഛനമ്മക്ക് കറി കൊണ്ട് കൊടുത്തിനാ. ഇത്ര സമയം ഒന്ന് പണിയെടുത്തിന്. നാലൊക്കെ അറിയിട്ടതല്ലോ. അതിന്റെ ഇടയ്ക്ക് ഒരു മഴയും വന്നു എല്ലാം എടുത്തു വെച്ചു. ഞാൻ അച്ഛനമ്മക്കും കറി കൊണ്ട് കൊടുത്തിട്ടാ. സാമ്പാറല്ലേ, മീനൊന്നും ഇല്ലല്ലോ. നീ അച്ഛനമ്മക്ക് സാമ്പാറും കൊണ്ട് കൊടുത്തിട്ടേ എന്റെ അച്ഛനമ്മ സാമ്പാർ കൂട്ടൂല. എന്റെ കാര്യം നീ ബാക്ക് എടുക്ക, ഞാൻ കൊണ്ട് കൊടുക്കാം. ഇതാ ഒരു കൊട്ടത്തേങ്ങ. പറമ്പിലൊക്കെ ഇടക്ക് പോയി നോക്കിയാലേ കിട്ടൂലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു തമാശല്ലേ. സാമ്പാറായതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് കൊടുക്കാൻ പോവാ. ഇനി മീനാന്ന് ഞാൻ കൊണ്ട് കൊടുക്കൂലേ. ഞാൻ എടുത്തരാം. ഞാൻ കൊണ്ട് കൊടുക്കാൻ ഇതാക്കി തരാം. ഇനി എവിടെ പറമ്പിലേക്ക് പോകാൻ സമയമില്ലേ. ഇവിടെ പണി കഴിഞ്ഞ സമയമില്ല. അപ്പൊ വേഗം എടുക്ക്. സമയം ഇപ്പൊ 1:30 ചോറ് കഴിച്ചിട്ടുണ്ടാവും. കളിക്കുന്നു. നേരത്തെ ചപ്പാത്തി കമ്പനി പോയിട്ട് വേഗം വന്നിട്ടേ നല്ല കറിയെല്ലാം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കൊണ്ട് കൊടുക്കാം. സാരില്ല, എന്തായാലും കറി വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നമുക്ക് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ട് വരാം. നല്ല അപ്പൻ്റെ അതാ സാമ്പാർ തന്നിട്ടുണ്ടേ. സാമ്പാർ എവിടായിരിക്കും ഓള് കൊടുക്കാൻ മടിച്ചിട്ടുണ്ടാവും. സാമ്പാർ അച്ഛന് വലിയ ഇഷ്ടമല്ല, എന്നാലും കറി വെച്ച് കൊടുക്കണ്ടേ. കഴിച്ചോ. അച്ഛനമ്മ ചോറ് കഴിക്കാൻ തുടങ്ങിയ അച്ഛനോണ്ടാ? അച്ഛനമ്മ ചോറ് കഴിക്കാൻ തുടങ്ങി. കഴിഞ്ഞു. നേരത്തെ കഴിച്ചല്ലേ. വൈകുന്നേരം കൂട്ടിക്കോട്ട് ബാക്കി കറി ആയാ. അപ്പോൾ ചക്കക്കുരു മെഴുക്കുരട്ടിയാ. ആദ്യം ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് വേവിട്ടെ ആദ്യം ചക്കക്കുരു. അപ്പം നമ്മുടെ ചക്കക്കുരു ഉപ്പ് കൂട്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മെഴുക്കുപുരട്ടിയിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ചെറിയ ഉള്ളി, പച്ചമുളകുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം അല്ല ഇത് പെരിഞ്ജീരകം അല്ലേ. പെരിഞ്ജീരകം, കുരുമുളക് പൊടി, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്, മുളക് പൊടി, ഉപ്പ്, കടുക് ഐറ്റംസ്. അപ്പോൾ ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വിശന്ന് കണ്ടപ്രാണം കടിക്കുന്നു. കണ്ടപ്രാണം പറഞ്ഞാൽ നമ്മളത്തെ ഒരു ഇതാണ്, ഒരു സംസാര ശൈലിയാണ് അല്ലേ. വിശക്കുമ്പോൾ പറയുന്നതാണ്, നല്ലോണം വിശക്കുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുവൊന്ന് പൊട്ടിട്ട് കടുവ് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് പെരിഞ്ജീരകം. അടുത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത്, അതിനൊപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇനി നമ്മളെ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിനെ. പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും ഇതെല്ലാം നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം. തീ നല്ലോണം കത്തുന്നത് കുറച്ച് പൊടി ഇടുമ്പോൾ. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക്, അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു. ഒന്ന് ഇളക്കി വെക്കുക. ഇടിമുട്ടുന്നുണ്ടല്ലേ. മഴയുണ്ടാവുക. ഉച്ചക്കൊന്നും പെയ്തു പോയി. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചത് കുറച്ച് കുരുമുളക് പൊടിയേ. ഇതും പൊടിച്ചതന്നെ, ചൂടാക്കി പൊടിച്ചത്.
ചെറിയ തീയിലൊന്ന് റെഡി ആയി വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. വേഗം ചോറ് കഴിക്കട്ടെ, വിശന്ന് കഴിയുന്നില്ല. സമയം ഇപ്പോൾ ഒരു 2:30-2:45. അപ്പോൾ ഇന്നത്തെ ചോറ് കഴിക്കേ. അപ്പോൾ ഇന്ന് അധികം കറിയൊന്നുമില്ല. നമ്മുടെ പപ്പടമുണ്ട്, നമ്മുടെ വെള്ളിമാങ്ങ അച്ചാറ് അത് കുറേ ഉണ്ട് അത്ര കേട്ടോ. അപ്പോൾ സാമ്പാറുവേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി ചക്കക്കുരു മെഴുക്ക് പുരട്ടി. ഇത് മെഴുക്ക് പുരട്ടി എന്നാണ് പറയല്. കുറച്ച് മതി 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 മതി. അതാ നിനക്കും മരിക്കോ. ചക്കക്കുരു നോക്കറ. ചക്കക്കുരു ആദ്യം പപ്പടം കൂട്ടി തന്നു. നോക്കിയേ നീ ചക്കക്കുരു ടേസ്റ്റ് നോക്കാൻ. സുലേ പണിയുണ്ട്, ഇങ്ങനെ ആക്കണ കുറച്ച് പണിയുണ്ട്. ഉള്ളി അതെല്ലാം കുറെ ഐറ്റംസ് ഉണ്ട്, ഇങ്ങനെ ആക്കിയതല്ല. എന്നാ പിന്നെ ഞാനും കൂടെ കഴിക്കട്ടെ. ആദ്യം നമ്മൾ ചക്കക്കുരു തന്നെ നോക്കട്ടെ, പറഞ്ഞാൽ കഴിക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. എനക്കുണ്ട് സംഭവം അടിപൊളി കേട്ടോ. ചക്കക്കുരും ചോറും എല്ലാം തിരക്കിട്ട് കുറച്ച് പണിയെടുത്താൽ ടേസ്റ്റ് അല്ലേ. അടുത്ത് നമ്മളെ തേങ്ങാക്കൊത്തം കടിക്കാൻ കിട്ടുമ്പോൾ നല്ല മസാല. സാമ്പാറിൻ്റെ കഷ്ണം ഉടഞ്ഞല്ല, കുറച്ച് ചക്കക്കുരും ഒരു കഷ്ണം പപ്പടും. അടുത്ത് നമ്മളെ വെള്ളിമാങ്ങ അച്ചാറ്. എന്നാ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ. ഓക്കെ.